അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. 2021 തസ്കിയ 8ാം ക്ലാസ്സിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ 2022 മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെ ചോദ്യങ്ങളുണ്ട് എന്ന് പരിശോധിക്കാം. ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളൊക്കെ. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ച മഹദി ഉമ്മു ഹബീബ, ഉമ്മു സുലൈം, ഉമ്മു കുൽസൂം. ഇതിലാരാണ്? 2. സഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് എന്നവരുടെ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അതൊക്കെ മുമ്പ് വന്നിട്ടുണ്ട്. മുമ്പെന്ന് വെച്ചാൽ 2022 ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. ഇനി 3 ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം ബദർ, ഉഹദ്, ഖന്തക്ക്. 4 അബൂലഹബിൻ്റെ ഭാര്യ ഉമ്മു ജമീൽ, ഉമ്മു സലമ, ഉമ്മു ഖൈസ്. 5 അബൂലഹബിൻ്റെ മക്കളിൽ ഷാമിൽ വെച്ച് സിമം പിടിച്ചവൻ ഉത്തുബ, ഉത്തൈബ, മുഅത്തിബ്. ഈ ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ച് വന്ന ചോദ്യങ്ങളാണ്. ഇനി ചേരുംപടി ഇറക്കാനാണ്. ഫദ്കുർ ഹുജൂമ ഡാഷ് ജാ റജുലുൻ ഇലൻ നബി ഫഖാൽ. 8 ഖാല തആല ഫഅൻസിർ. 9 വാസിം ബി ഹുക്മി ശർഇ. കണ്ടാ. അപ്പോൾ ബൈത്തിൻ്റെ പകുതി പൂർത്തിയാക്കാൻ, പിന്നെ ഹദീസിൻ്റെ ബാക്കി പറയാൻ, അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞ കൗല്, അതായത് ഖുർആനിൽ നിന്ന്, അതാണ് പൂർത്തിയാക്കാൻ വേണ്ടി വന്നതാണ് ഇതൊക്കെ. അഷീറത്തക്കൽ അഖ്റബീൻ കുല്ല ഖാത്തിരി ഇന്നി മജ്ഹൂദൻ ഹാദിമുൽ ലദ്ദാത്ത്. അപ്പോൾ നമ്മളത് അറബിയിൽ പഠിച്ചു വെച്ചാൽ ഇത് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ബൈത്ത് പഠിക്കണം, വന്ന ഹദീസുകൾ പഠിക്കണം, അല്ലേ? പിന്നെ വന്ന ആയത്തുകളൊക്കെ പഠിച്ചാലാണ് ഇത് എഴുതാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതിവിടെ അർത്ഥം പറയേണ്ട കാര്യമില്ല. അർത്ഥം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇനി 10 to 13 കതബ സൈദുൻ അഖ്ബർ അൽ ഖുർആനു സൈദ താലിബുൽ ജബല അശംസു താലിയത്തുൻ. കതബ സൈദുൻ, ഈ കത്തബ എന്നുള്ളത് എന്താണ്? അഖ്ബർ അൽ ഖുർആൻ എന്താണ്? സൈദ താലിബുൽ ജബൽ, അൽ ജബൽ എന്താണ്? അശംസു താലിയത്തുൻ. ഒരു അശംസ് എന്താണ്? അത് മുബ്തദ, മഫ്ഊല്, ഫിഅല്, ഫായില്. അപ്പോൾ ഇതിൽ ഗ്രാമറാണ് ചോദിച്ചേക്കുന്നത്. ഫായില് വന്നിട്ടുണ്ട്, ഫിഅല് വന്ന്, ഫായില് വന്ന്, മഫ്ഊല് വന്നു, അതുപോലെ തന്നെ മുബ്തദ വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ഈ അടിയിൽ വരയിട്ടത് ഏതൊക്കെയാണെന്ന് നോക്കി നിങ്ങൾ അടയാളപ്പെടുത്താം. ഗ്രാമർ പഠിച്ചാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഗ്രാമർ 5 പാഠത്തിലുണ്ടല്ലോ, അത് നിങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കാം. ഇനി പൂരിപ്പിക്കാൻ. ലഖദ് അജിബല്ലാഹു മിൻ സനീകുമ ആ ഡാഷ് അല്ലൈല. അല്ല, അവിടെ എന്താ വിട്ടുപോയത്? നിങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനത്താൽ അള്ളാഹു അത്ഭുതപ്പെട്ടു. അല്ലൈല, അവിടെ എങ്ങനെയാണ് അത് വിട്ടുപോയതുണ്ടല്ലോ. വഹസുന ഡാഷ് റഫീഖ, അതും പൂരിപ്പിക്കുക, അല്ലേ? ഏറ്റവും നല്ല കൂട്ടുകാർ എന്നുള്ള രീതിയിൽ പറഞ്ഞല്ലേ. ഒരു പാഠത്തിൻ്റെ ഹെഡിങ് തന്നെയാണത്, ഖുർആനായത്താണ്. വൽ ഇസ്മ ഇമ്മ ഡാഷ് ഔ മുഅന്നസുൻ. ഇസ്മ ഒന്നുകിൽ ഡാഷാണ്, ഔ മുഅന്നസ്, അല്ലെങ്കിൽ പുല്ലിംഗമാണ്. ഇതും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സ്ത്രീലിംഗമാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതൊക്കെ കണ്ട, ഇതൊക്കെ 2022 തന്നെ വന്നിട്ടുണ്ട് ഈ ചോദ്യങ്ങൾ. 22 വീണ്ടും വന്നിട്ടുണ്ട്. ഇനി 17 മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഡാഷ് ലൈഫഹു. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഡാഷ് ലൈഫഹു. ഇതും വന്നിട്ടുണ്ട്. അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ ഡാഷ് ലൈഫഹു. ഇനി 18 വായിസുല തുഖ്ലി ഊ ഔ കാസലിൻ യദു കബിസ്തിഹബാദ്. ആ ബൈത്തിൻ്റെ പൂരിപ്പിക്കാണ്. വായിസുല തുഖ്ലി ഊ ബൈത്താണത്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 19 നബിയുടെ ഇജ്ലിസ് എന്ന വാക്ക് കേട്ട് വഴിയിൽ തന്നെ ഇരുന്ന സഹാബിയുടെ പേരെന്താ? 2 മഫ്ഊലിൻ്റെ ഇറാബ് എന്താ? 21 സൂറത്തുൽ മസദിൻ്റെ മറ്റൊരു പേരെന്താ? സൂറത്തുൽ മസദിൻ്റെ മറ്റൊരു പേര്. 22 ഹജ്ജത്തുൽ വദായിൽ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യാൻ നബി അവിടുത്തെ കേശങ്ങൾ ആർക്കാണ് കൊടുത്തത്? ഏത് സഹാബിക്കാണ് കൊടുത്തത്? നബി മുടി മുറിച്ച് കൊടുത്തല്ലോ. ഇനി 23 അബൂലഹബിൻ്റെ മക്കളായ ഉത്തുബ, മുഅത്തിബ് എന്നിവർ മുസ്ലിമായ ദിവസം ഏതാണ്? ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാം. 24 സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹവാസം ലഭിക്കാനുള്ള മാർഗം എന്താണ്? 35 ഫായിൽ എന്നാൽ എന്ത്? 26 അബൂലഹബിൻ്റെ ഭാര്യ ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പരാമർശിക്കാൻ കാരണം, അവരെ പറ്റി ഹമ്മാലത്തുൽ ഹത്തബ് എന്ന് പറയുന്നതാ. ഇനി 27 അനസ് ബിൻ മാലിക്കിന് മരണാസന്നമായപ്പോൾ തൻ്റെ പേരക്കുട്ടിയോട് എന്തായിരുന്നു വസിയത്ത് ചെയ്തിരുന്നത്? 28 വയ്യക്കും ഇമ്മാൻ ഹുഹിത്തനു ഫഹുവ മിന ഷൈത്വാനി ഫഹദനു ആശയിദാന. 29 ജുംലത്ത് ഇസ്മിയ ജുംല എന്നാൽ എന്ത്? 30 തബ്ബത്ത് യദാ അബീ ലഹബിൻ വ തബ്ബ, അത് ആശയം, അതിൻ്റെ അർത്ഥം ഇതാ.
31 ഫഅല്ലിലിഹിം ബിശൈഇൻ, ആര് ആരോട് പറഞ്ഞു? നീ അവരോട് എന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് ഉറക്കുക എന്ന് പറഞ്ഞു. ഇത് ആരോട് പറഞ്ഞതാ? ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുകയാണ്. 32 സൂറത്തുൽ മസദിൻ്റെ അവതരണ പശ്ചാത്തലം, ഇത് എപ്പോഴാണ് ഇറങ്ങിയത്? ഇനി 33 സഫിയയുടെ പ്രവാചക സ്നേഹം. നബി തങ്ങളെ സഫിയ നബിയുടെ അമ്മായി അല്ലേ, അപ്പോൾ നബി അവരെ അനുസരിച്ചു. അത് എപ്പോഴാണ് ആ സംഭവം? അതങ്ങ് എഴുതാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലപോലെ ഇത് കണ്ടെത്താം. അപ്പോൾ ഈ പറഞ്ഞ പോലെ അറബിയിൽ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.